electric dipole. We know that two equal and unlike charges separated by a small distance apart is called an electric dipole. Expression for electric field along the equatorial line of the electric dipole. നമുക്ക് ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടെത്തണം. Consider an electric dipole consisting of charges minus q at the point A and plus q at the point B having length 2a. That is AB is equal to 2a. Let P be a point on the equatorial line of the electric dipole at a distance r from the center O of the electric dipole as shown in the figure. Let vector EA be the electric field at P due to the point charge minus q at A, and vector EB be the electric field at the point P due to the point charge plus q at B. Then the resultant electric field at P, vector E is equal to vector EA plus vector EB. Equation 1. ഇവിടെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്നീ രണ്ട് ചാർജുകൾ 2a എന്ന അകലത്തിൽ വെച്ചിരിക്കുന്നു. ഈ ഡൈപോളിൻ്റെ മൈനസ് ക്യൂ ചാർജിൻ്റെ പൊസിഷൻ എയും പ്ലസ് ക്യൂ ചാർജിൻ്റെ പൊസിഷൻ ബിയുമാണ്. എ ബി ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ഡൈപോൾ ഇസ് ഈക്വൽ ടു 2a. ഡൈപോളിൻ്റെ സെൻറ്റർ പോയിന്റ് O. ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ P എന്നൊരു പോയിന്റ് ഉണ്ട്. പിയിലേക്ക് ഒയിൽ നിന്നുള്ള ദൂരം OP ഇസ് ഈക്വൽ ടു R. നമുക്ക് പിയിലുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. പിയിൽ മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ EA എന്നും പിയിൽ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ EB എന്നും കൊടുത്താൽ പിയിലുള്ള റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ E ഇസ് ഈക്വൽ ടു വെക്ടർ EA പ്ലസ് വെക്ടർ EB ആയിരിക്കും. ഇനി വെക്ടർ EA, വെക്ടർ EB എന്നിവയുടെ മാഗ്നിറ്റ്യൂഡുകൾ നമുക്ക് കണ്ടെത്താം. We know that electric field due to a point charge q at a distance r from it is E is equal to 1/4 pi epsilon into q by r square. ഇത് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ പ്രകാരം EA, EB എന്നിവ നമുക്ക് കണ്ടെത്താം. EA is equal to 1/4 pi epsilon q by AP square. എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം AP എന്ന് എഴുതിയിരിക്കുന്നു. ഈക്വൽ ടു 1/4 pi epsilon q by r square plus a square along PL. ഇവിടെ ട്രയാങ്കിൾ APO അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. പൈത്തഗോറസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ AP സ്ക്വയർ ഇസ് ഈക്വൽ ടു AO സ്ക്വയർ പ്ലസ് OP സ്ക്വയർ. AO ഇസ് ഈക്വൽ ടു A, ഡൈപോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി. OP ഇസ് ഈക്വൽ ടു R. ദെയർഫോർ AP സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ AP സ്ക്വയറിൻ്റെ ഭാഗത്ത് R സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നു. The direction of vector EA is along PL or along PA. വെക്ടർ എയുടെ ഡയറക്ഷൻ പിന്ന് എല്ലിലേക്കാണ്. നമുക്കറിയാം എ നെഗറ്റീവ് ചാർജ് ആൾവേസ് പ്രൊഡ്യൂസസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേഴ്സ് ടു ദ നെഗറ്റീവ് ചാർജ്.
അപ്പോൾ ഇവിടെ എ എന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന -q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എയുടെ വെക്ടർ എയുടെ ഡയറക്ഷൻ എലോങ് PL ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ EB, അതായത് EB is equal to 1/4π Q/BP സ്ക്വയർ. ഇവിടെ ഫിഗറിൽ നമ്മൾ നോക്കിയാൽ AP, BP എന്നിവ ഈക്വൽ ആണ്. കാരണം P എന്ന പോയിന്റ് ഇക്വിറ്റോറിയൽ ലൈനിലെ പോയിന്റ് ആണ്. All the points on the equatorial line are at equidistant from both A and B. Therefore, AP will be equal to BP. അപ്പോൾ EB യുടെ ഇക്വേഷൻ EB is equal to 1/4π into Q/R² plus A² എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ എലോങ് PM. ബിയിൽ വെച്ചിരിക്കുന്നത് പോസിറ്റീവ് പോയിന്റ് ചാർജ് ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജ് എല്ലായ്പ്പോഴും റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ EBയുടെ ഡയറക്ഷൻ എലോങ് PM ആയിരിക്കും. ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 നമ്മൾ പരിശോധിച്ചാൽ വെക്ടർ EAയുടെ മാഗ്നിറ്റ്യൂഡായ EA, വെക്ടർ EBയുടെ മാഗ്നിറ്റ്യൂഡായ EB എന്നിവ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് EA is equal to EB. To find the resultant electric field at P due to the dipole, construct a parallelogram PMNL with vector EA and vector EB as two adjacent sides PL and PM respectively. Then the diagonal PN of the parallelogram represents the resultant electric field E due to the dipole. ഇവിടെ നമ്മൾ വെക്ടർ EA, വെക്ടർ EB എന്നിവയെ ആഡ് ചെയ്യാൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ വെക്ടർ EA, വെക്ടർ EB എന്നിവ വെക്ടർ PL, വെക്ടർ PM എന്ന രണ്ട് വെക്ടറുകളായി ഒരേ പോയിന്റിൽ നിന്ന് വരച്ചിട്ടുണ്ട്. വെക്ടർ PL, വെക്ടർ PM എന്നിവ സൈഡുകളായി വരുന്ന രൂപത്തിൽ ഒരു പാരലോഗ്രാം PLNM നിർമ്മിച്ചിട്ടുണ്ട്. ആ പാരലോഗ്രാമിൻ്റെ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ, അതായത് PN, വെക്ടർ EAയുടെയും വെക്ടർ EBയുടെയും റിസൾട്ടൻ്റായ വെക്ടർ E-നെ സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് വെക്ടർ PN ഈസ് ഈക്വൽ ടു വെക്ടർ E. വെക്ടർ E ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഫ്രം ഫിഗർ, ട്രയാങ്കിൾ ABP ആൻഡ് ട്രയാങ്കിൾ PLN ആർ സിമിലാർ. ഇവിടെ ട്രയാങ്കിൾ ABP അതുപോലെ ട്രയാങ്കിൾ PLN എന്നിവ സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. Therefore, we can write PN by AB is equal to PL by AP. Equation 4. PL is equal to PN is equal to E, that is magnitude of vector E. AB is equal to 2A. PL is equal to EA. AP is equal to root of R square plus A square. That is AP is equal to R square plus A square all raised to 1/2. ഇവിടെ PN is equal to E, വെക്ടർ ഇയുടെ മാഗ്നിറ്റ്യൂഡ്.
AB is equal to 2A. PL is equal to EA. And AP is equal to root of R square plus A square is equal to R square plus A square all raised to 1 by 2. ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻ 4ൽ കൊടുത്താൽ E by 2A is equal to EA by R square plus A square all raised to half എന്ന് കിട്ടുന്നതാണ്. Rearranging, we get E is equal to EA into 2A divided by R square plus A square raised to half equal to ഇവിടെ EAക്ക് 1 by 4 pi epsilon Q by R square plus A square എന്ന ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഇക്വേഷൻ 2, according to equation 2, EA is equal to 1 by 4 pi epsilon Q by R square plus A square. അപ്പോൾ EAയുടെ ഭാഗത്ത് നമുക്ക് 1 by 4 pi epsilon into Q by R square plus A square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, E is equal to 1 by 4 pi epsilon into Q by R square plus A square into 2A divided by R square plus A square all raised to half. Equation 5. We know that Q into 2A is equal to P, where P is the electric dipole moment. അപ്പോൾ Q into 2A എന്ന ഭാഗത്ത് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get E is equal to 1 by 4 pi epsilon into P by R square plus A square all raised to 3 by 2. Equation 7. Now, what is the direction of E? The direction of E is along PN. നമ്മളൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. PLNM. അതിൻ്റെ ഡയഗണലിൻ്റെ ഡയറക്ഷനാണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇക്ക് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് vector E is along Pn. Now, if the dipole is placed in free space or vacuum, the equation will be E is equal to 9 into 10 raised to 9 into P by R square plus A square all raised to 3 by 2 along Pn. ഇവിടെ കോൺസ്റ്റന്റിന് 9 into 10 raised to 9 എന്ന് കൊടുത്തിരിക്കുന്നു. ചെറിയ ഡയപ്പോളിന് R ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന ഭാഗത്ത് നിയർലി R സ്ക്വയർ എന്ന് തന്നെ വരും. ദെൻ E ഈസ് ഈക്വൽ ടു 9 into 10 raised to 9 into P by R സ്ക്വയർ all raised to 3 by 2 is equal to 9 into 10 raised to 9 into P by R cube എന്ന് കിട്ടുന്നതാണ്. That is, according to equation 8, E is inversely proportional to R cube. Electric dipole in a uniform electric field. ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ വെക്കുമ്പോൾ അത് കാണിക്കുന്ന സ്വഭാവം നമുക്ക് പരിശോധിക്കാം. What is a uniform electric field region? It is a region in which electric field intensity hold the same magnitude and the same direction all over the region. ഒരു റീജിയനിൽ ഏതു ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡിന് ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആണെങ്കിൽ അതിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ എന്ന് പറയുന്നു. It can be represented by parallel electric lines of force. ഇവിടെ പരസ്പരം പാരലൽ ആയി ഡയറക്റ്റഡ് ലൈൻസ് വരച്ചിരിക്കുന്നു. ഇവയെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നു.
അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഈ റീജിയനിൽ ഏതു ഭാഗത്തും ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് വെക്കുക ആണെങ്കിൽ ക്യൂ ഇൻറ്റു ഇ എന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയറക്ടഡ് ലൈൻസിന്റെ ഡയറക്ഷനിൽ അനുഭവപ്പെടും. ഒരു നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ ആണ് വെക്കുന്നതെങ്കിൽ മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്ന ഫോഴ്സ് അതിൽ അനുഭവപ്പെടുന്നതാണ്. അതായത് ക്യൂ ഇൻറ്റു ഇ എന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അനുഭവപ്പെടുന്നതാണ്. ചിത്രത്തിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശയിൽ നിന്ന് തീറ്റ എന്ന കോണിൽ ചരിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ എ എന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന മൈനസ് ക്യൂ എന്ന ചാർജിന് ക്യൂ ഇൻറ്റു ഇ എന്ന ഒരു ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ വിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ബി എന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന പ്ലസ് ക്യൂ എന്ന ചാർജിന് ക്യൂ ഇൻറ്റു ഇ എന്ന ഒരു ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ദിശയിൽ അനുഭവപ്പെടുന്നതാണ്. ഡൈപോളിന്റെ നീളം 2a ആകുന്നു. ഡൈപോൾ ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ് ഹാസ് എ ഫിക്സഡ് ലെങ്ത്. ഡൈപോളിന്റെ നീളം ഒരിക്കലും മാറ്റം വരാൻ പാടില്ല. സ്വാഭാവികമായും ഈ ഡൈപോളിന്റെ രണ്ട് അറ്റങ്ങളിലും അനുഭവപ്പെടുന്ന ഒരേ അളവും വിപരീത ദിശകളും ആയിട്ടുള്ള രണ്ട് ഫോഴ്സസ് കാരണം അതിൽ ഒരു ടോർക്ക് ഉണ്ടാകുന്നു. We know that torque is the rotating effect of force. Consider an electric dipole consisting of charges minus q and plus q of length 2a placed in a uniform electric field vector E and making an angle theta with the direction of the electric field as shown in the figure. The force on the charge minus q at A is equal to minus q into E. Equation 1. The negative sign indicates that the direction of the force is opposite to the direction of vector E. The force on the charge plus q at B is equal to plus q into vector E. Equation 2. The direction of force is in the same direction of vector E. The equations 1 and 2 shows that the forces acting on minus q and plus q are equal and opposite. These two forces constitute a torque on the dipole. The magnitude of the torque is given by tau is equal to either force into perpendicular distance between the lines of action of these forces. ഒരു വസ്തുവിൽ വിപരീത ദിശകളിലുള്ള രണ്ടു ബലങ്ങൾ, രണ്ട് ഫോഴ്സസ് ഒരേ സമയം അനുഭവപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സസും ഒരേ പോയിന്റിൽ തന്നെയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതുപോലെ ടോർക്കും 0 ആയിരിക്കും. അതേസമയം ഈ രണ്ട് ഫോഴ്സസും തമ്മിൽ ഉള്ള ലൈൻസ് ഓഫ് ആക്ഷനിടയിൽ ഒരു ലംബ ദൂരം പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് നിലനിൽക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷേ ഒരു ടോർക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ എന്നാൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്ന ദിശയിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഐദർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സസ്. ഇവിടെ മൈനസ് ക്യൂവിൽ പ്രയോഗിക്കപ്പെടുന്ന
മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്ന ഫോഴ്സിൻ്റെയും പ്ലസ് ക്യൂവിൽ പ്രയോഗിക്കപ്പെടുന്ന പ്ലസ് ക്യൂ ഇൻറ്റു ഇ എന്ന ഫോഴ്സിൻ്റെയും ലൈൻസ് ഓഫ് ആക്ഷനിടയ്ക്കുള്ള ദൂരം ബി സി ആണ്. നമുക്ക് ബി സി എന്ന ലെങ്ത് കണ്ടെത്തണം. ഫ്രം ട്രയാങ്കിൾ എ ബി സി സൈൻ തീറ്റ ഈക്വൽ ടു ബി സി ബൈ എ ബി. ഇവിടെ തീറ്റ എന്നത് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ്. റീഅറേഞ്ചിങ് ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സൈൻ തീറ്റ, ഇക്വേഷൻ 4. Therefore, tau is equal to QE into BC equal to QE into AB sin theta. ഇവിടെ AB equal to 2A, length of the dipole. അപ്പോൾ എ ബിയുടെ ഭാഗത്ത് 2A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tau is equal to QE into 2A sin theta എന്ന് കിട്ടും. Therefore, tau is equal to QE into 2A sin theta, equation 5. നമുക്കറിയാം Q into 2A is equal to P, where P is the electric dipole moment. അപ്പോൾ ഇക്വേഷൻ 5ൽ Q into 2A എന്ന ഭാഗത്ത് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tau is equal to PE sin theta എന്ന് കിട്ടും. tau is equal to PE sin theta, equation 6. In vector form, vector tau is equal to vector P cross vector E, equation 7. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇക്വേഷൻസ് വെക്ടർ ടോ ഇസ് ഈക്വൽ ടു വെക്ടർ പി ക്രോസ് വെക്ടർ ഇ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ. ഹിയർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ പി ആൻഡ് വെക്ടർ ഇ. നോട്ട് നമ്പർ 1. When the dipole is placed in a uniform electric field, it experiences only a torque. The net force acting on the dipole is 0. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ഡൈപോൾ വെക്കുന്നതെങ്കിൽ അതിൽ രണ്ട് അറ്റത്തും പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സുകൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് അവയുടെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതേസമയം അതിൽ ഒരു ടോർക്ക് അനുഭവപ്പെടുന്നു. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകുന്നതുകൊണ്ട് അതിൻ്റെ സെന്റർ ഓഫ് മാസിന് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം ടോർക്ക് അതിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഡൈപോൾ തിരിയുന്നതാണ്. When the dipole is number 2, when the dipole is placed in a non-uniform electric field, it experiences a torque as well as a force. ഈ ഡൈപോള് വെക്കുന്നത് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ ആണെങ്കിൽ, ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ പലയിടത്തും പല ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡ് എന്നിവ പല പോയിന്റുകളിലും പലതായിരിക്കും. അപ്പോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഈ രണ്ട് ചാർജുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും വ്യത്യസ്തമായിരിക്കാം, ഡയറക്ഷനും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് അതിൽ ഒരു റിസൾട്ടൻ്റായ ഫോഴ്സും അനുഭവപ്പെടും, അതുപോലെ ടോർക്കും അനുഭവപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഡൈപോളിൻ്റെ സെൻട്രോ മാസിനും ഷിഫ്റ്റിംഗ് സംഭവിക്കാം, അതിന് മാറ്റം സംഭവിക്കാം. അതുപോലെ തന്നെ അത് തിരികുകയും ചെയ്യാം. So we have seen that when an electric dipole is placed in a uniform electric field region, then it will be experienced by a torque, and the torque developed on the dipole vector tau is equal to vector p cross vector e, and the magnitude of the torque tau is equal to p into e into sin theta. Here p is the electric dipole moment, e is the strength of the electric field, and theta is the angle between the directions of vector p and vector e. ഇനി ഒരു ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ വെക്കുമ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സ്റ്റേറ്റുകൾ നമ്മളവിടെ പറയാറുണ്ട്, 3 തരത്തിലുള്ള പൊസിഷൻസ് നമ്മളവിടെ പറയാറുണ്ട്. അത് ഏതൊക്കെയാണ് പരിശോധിക്കാം.
ഒന്നാമത്തത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. Number 1, stable equilibrium state. An electric dipole of dipole moment vector P is placed in a uniform electric field vector E is said to be in stable equilibrium state if vector P and vector E are in the same direction, that is theta equal to 0. ഇവിടെ ഒരു ഡയപ്പോൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ ആകുന്ന വിധത്തിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ 0 ആയിരിക്കും. ഈ രൂപത്തിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചാൽ അതിൽ റിസൾട്ടന്റ് ടോർക്ക് എന്തായിരിക്കും എന്ന് നോക്കാം. ഇൻ ദിസ് കേസ് ടോർക്ക് ആക്ടിംഗ് ഓൺ ദി ഡൈപോൾ വിൽ ബി 0. We know that torque tau is equal to P E sin theta. തീറ്റയുടെ ഭാഗത്ത് 0 എന്ന് കൊടുത്താൽ ടോർക്ക് tau is equal to P E into 0 equal to 0. അപ്പൊ ഇവിടെ റിസൾട്ടന്റ് ടോർക്ക് 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ഡയപ്പോൾ ഇത്തരത്തിലുള്ളൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്, അതുപോലെ ടോർക്കും 0 ആണ്. അപ്പോൾ അതൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Number 2, unstable equilibrium state. An electric dipole of dipole moment vector P placed in a uniform electric field vector E is said to be in unstable equilibrium state if vector P and vector E are in opposite directions, that is theta equal to 180 degree. ഒരു ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് റീജിയനിൽ വെക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ ഈ ഒരു പൊസിഷനെ പറയുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ രൂപത്തിൽ വെക്കുമ്പോൾ ഡൈപോളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്ക് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇൻ ദിസ് കേസ് ടോർക്ക് ആക്ടിംഗ് ഓൺ ദി ഡൈപോൾ വിൽ ബി 0. That is tau is equal to P into E into sin theta. തീറ്റയുടെ ഭാഗത്ത് 180 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ tau is equal to P E into sin 180 equal to P E into 0 equal to 0. ഈ രൂപത്തിൽ വെച്ചാലും ഡൈപോളിൽ പ്രയോഗിക്കപ്പെടുന്ന ടോർക്ക് 0 ആയിരിക്കും, ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷേ ഇതിനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് ചെറുതായി അതിനെ ഒന്ന് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുകയും അത് തിരിഞ്ഞ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. നമ്പർ 3, മാക്സിമം ടോർക്ക് പൊസിഷൻ. An electric dipole of dipole moment vector P placed in a uniform electric field vector E is said to be in maximum torque position if vector P and vector E are perpendicular to each other, theta equal to 90 degree. ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് 90 ഡിഗ്രി വരുന്ന രൂപത്തിലാണ്. ഈ രൂപത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ടോർക്ക് tau is equal to P E into sin theta. തീറ്റയുടെ ഭാഗത്ത് 90 ഡിഗ്രി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്ക് tau is equal to P E into sin 90 is equal to P E into 1 equal to P into E. ഈ രൂപത്തിൽ വെക്കുമ്പോൾ അതിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ആ ടോർക്ക് അതിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള മാക്സിമം ടോർക്കാണ്. മറ്റേത് പൊസിഷനിൽ വെച്ചാലും അനുഭവപ്പെടുന്ന ടോർക്കിനേക്കാളും ഏറ്റവും ഉയർന്ന ടോർക്കാണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂ P into E എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനെ മാക്സിമം ടോർക്ക് പൊസിഷൻ എന്ന് പറയുന്നു.